കൊല്ലം ആശ്രാമത്ത് BSNL റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഒന്നാം പ്രതി അനിമോൻ, രണ്ടാം പ്രതി മാഹിൻ, നാലാം പ്രതി അനൂപ് എന്നിവരെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത്. പന്തളം കുടശനാട് സ്വദേശി സി പാപ്പച്ചനെയാണ് 80 ലക്ഷം തട്ടിയെടുക്കാനായി സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരും ജീവനക്കാരനും കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ മെയ് 23-ന് സി പാപ്പച്ചന്റെ 80 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കുന്നതിന് വേണ്ടി കേസിലെ മൂന്നാം പ്രതിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജറുമായ സരിത നൽകിയ കൊട്ടേഷനിലൂടെയാണ് കൊലപാതകം നടത്തിയത്. കേസ് അപകടമരണമാണെന്ന് ആദ്യം പോലീസ് കരുതി. എന്നാൽ പാപ്പച്ചന്റെ മകൾ റേച്ചൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. വീട്ടിൽ നിന്ന് പാപ്പച്ചനെ വിളിച്ചു വരുത്തി കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഒന്നാം പ്രതി അനിമോനായിരുന്നു കാർ ഓടിച്ചത്. രണ്ടാം പ്രതി മാഹിൻ ബൈക്കിലെത്തി പരിക്ക് ഗുരുതരമാണോ എന്ന് പരിശോധിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വരണമെന്ന് മാഹിൻ ഷാഢ്യം പിടിച്ചു. അങ്ങനെയും സമയം ചെലവഴിച്ചു. ആശുപത്രിയിലെത്തി രണ്ടാമത്തെ ദിവസമാണ് പാപ്പച്ചൻ മരിക്കുന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. തുടർന്നാണ് വാഹനമോടിച്ച അനിമോനെ പോലീസ് പിടികൂടിയത്. അനിമോന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ ബാങ്ക് മാനേജർ സരിതയുടെ ഫോണിലേക്ക് നിരവധി തവണ വിളിച്ചതായി കണ്ടെത്തി. ഇക്കാര്യം അന്വേഷിച്ച പോലീസ് അറിഞ്ഞത് സിനിമാ തിരക്കഥകളെ വെല്ലുന്ന ഗൂഢാലോചന. പണം തട്ടിയെടുക്കാൻ വേണ്ടി സരിതയും സഹപ്രവർത്തകനായ അനൂപും ചേർന്ന് കൊട്ടേഷൻ നൽകുകയായിരുന്നു. പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ സുപ്രധാന തെളിവുകൾ ലഭിച്ചു. മൂന്നാം പ്രതി സരിത, അഞ്ചാം പ്രതി ഹാഷിം എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസം ഒന്നാം പ്രതി അനിമോനെയും അഞ്ചാം പ്രതി ഹാഷിമിനെയും അവർ ഒളിവിൽ കഴിഞ്ഞ കൊച്ചി തമ്മനത്തെ ഹോട്ടലിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു. കേസിൽ മറ്റാരും ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. തെളിവെടുപ്പ് ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 2 ദിവസം കൂടെ തെളിവെടുപ്പുണ്ടാവും. അതിനുശേഷം ബാക്കി നടപടികളിലേക്ക് കടക്കും. ഇല്ല, നിലവിലെ ഈ രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. സരിതയും അനൂപും മറ്റെന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.